മലയാളത്തിൽ നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു നടിയാണ് മിനു മുനീർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട കാലയളവിൽ സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോനെതിരെ മിനു ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ശേഷം സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന് കാണിച്ച് ബാലചന്ദ്ര മേനോൻ മിനുവിനെതിരെ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ ദിവസം മിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്യുകയായിരുന്നു. ദുരനുഭവങ്ങൾ ഉള്ളവർ ഭയന്നിട്ടാണ് പല കാര്യങ്ങളും തുറന്നു പറയാത്തതും പരാതിപ്പെടാത്തതും എന്നുമാണ് മീനു പറയുന്നത്. കാലിൽ തൊട്ട് തൊഴുതില്ല എന്നുള്ള പേരിൽ തന്നെ സ്റ്റേജ് ഷോകൾ അടക്കം പലയിടത്തു നിന്നും പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നും താരങ്ങളെ ഭയന്നാണ് പലരും കഴിയുന്നത് എന്നും ജാങ്കോ സ്പേസ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ മിനു മുനീർ പറയുകയാണ്. ഒപ്പം നടി കൽപ്പനയിൽ നിന്നും ഉണ്ടായ ഒരു മോശം അനുഭവവും മിനു പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ദുരനുഭവങ്ങൾ ഉള്ളവർ പുറത്തു പറയാത്തതാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാകാം. അന്നവർ യങ്ങായിരിക്കാം, ഇന്നവർ കല്യാണം കഴിച്ച് കാണും, ഭർത്താവും കുട്ടികളും ഉണ്ടായിരിക്കാം. അവരുടെ പേരുകൾ കൂടി പുറത്തു പറഞ്ഞ് ജീവിതവും കുടുംബവും ഞാൻ തകർക്കണോ? പലർക്കും പുറത്തു പറയാൻ പേടിയാണ്. നടന്മാരെയൊക്കെ പേടിച്ച് കാല് തൊട്ട് തൊഴുതൊക്കെയാണ് പലരും സിനിമാ ഫീൽഡിൽ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ നിൽക്കേണ്ട എന്ത് ആവശ്യമാണുള്ളത്? കാലിൽ തൊട്ട് തൊഴുതില്ല എന്നുള്ള പേരിൽ എന്നെ പലയിടത്തു നിന്നും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഒരു സ്റ്റേജ് ഷോയ്ക്ക് പോയപ്പോഴുള്ള അനുഭവം ഞാൻ പറയാം. അങ്ങനെയാണ് മിനു പറഞ്ഞു തുടങ്ങുന്നത്. മരിച്ചുപോയ വ്യക്തികളെക്കുറിച്ച് പറയാൻ പാടില്ലാത്തതാണ്, പക്ഷേ എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാം. നടി കൽപ്പനയുടെ കാലിൽ തൊട്ട് തൊഴുതിട്ട് വേണം എല്ലാവരും സ്റ്റേജിൽ കയറാൻ. ആ സ്ത്രീ എൻ്റെ ഗുരുവല്ല, അതുകൊണ്ട് ഞാൻ തൊട്ട് തൊഴാൻ പോയില്ല. എൻ്റെ ഗുരുവല്ല, അമ്മയുമല്ല, അപ്പനുമല്ല. അതുകൊണ്ട് കൽപ്പനയുടെ കാലിൽ തൊട്ട് തൊഴാതെയാണ് ഞാൻ സ്റ്റേജിലേക്ക് കയറിയത്. ഉടനെ പറഞ്ഞു മിനു അഹങ്കാരിയാണ്, അതുകൊണ്ട് ഇനി എൻ്റെ ഒറ്റ പ്രോഗ്രാമിന് മിനുവിനെ വിളിച്ചു പോയേക്കരുതെന്ന്. ഭയങ്കര ദേഷ്യമായിരുന്നു എല്ലാവർക്കും. അതെ, സീനിയർ നടിമാർക്കെല്ലാം ജൂനിയറായി വരുന്നവരെല്ലാം കാലിൽ തൊട്ട് തൊഴണം എന്നുള്ള നിർബന്ധമാണ്. ഇപ്പോഴും അങ്ങനെ ഉണ്ടല്ലോ. പുതിയതായിട്ട് ഫീൽഡിൽ വരുന്നവരുടെ പരിപാടി സീനിയറായിട്ടുള്ള നടീനടന്മാരുടെ കാലിൽ തൊടുക, വന്ദിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ദൈവം ഒരാളല്ലേ ഉള്ളൂ. നമ്മൾ ദൈവത്തെ ആശ്രയിച്ചാൽ പോരെ? ഗുരുക്കന്മാർക്ക് ബഹുമാനം കൊടുത്താൽ പോരെ? മാതാപിതാക്കളാണ് കാണപ്പെട്ട ദൈവം. പിന്നെ എല്ലാവരും കാലിൽ വീഴണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത മാതാപിതാക്കളും ഉണ്ടായിരിക്കാം. പലരും പല രീതിയിലാണല്ലോ വളർന്നു വരുന്നത് എന്നുമാണ് മിനു മുനീർ പറഞ്ഞിരിക്കുന്നത്. 9 വർഷം മുമ്പായിരുന്നു കൽപ്പനയുടെ മരണം. വളരെ അപ്രതീക്ഷിതമായ വേർപാട് തന്നെയായിരുന്നു. കോമഡി കഥാപാത്രങ്ങളും സീരിയസ് വേഷങ്ങളും ഒരുപോലെ മനോഹരമായി കൈകാര്യം ചെയ്തിരുന്ന കൽപ്പനയുടെ വിടവ് മലയാള സിനിമയ്ക്കുണ്ടായ ഒരു വലിയ നഷ്ടം തന്നെയാണ്. മലയാള സിനിമയിലെ ഹാസ്യരംഗത്തെ പിടിച്ചു നിർത്തിയ അതുല്യ പ്രതിഭ തന്നെയായിരുന്നു കൽപ്പന. ദേ ഇങ്ങോട്ട് നോക്കിയ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ബാലചന്ദ്ര മേനോനിൽ നിന്നും മിനു മുനീറിന് ദുരനുഭവം ഉണ്ടായതത്രേ. ബാലചന്ദ്ര മേനോന് എതിരെ മാത്രമല്ല, ജയസൂര്യ, മുകേഷ് തുടങ്ങിയവർക്കെതിരെയും മിനു മുനീർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു.